ജില്ലയിൽ നിന്നും പിൻവാങ്ങാതെ മഴ. കാലവർഷം നീണ്ടു നിൽക്കുന്നതിനാൽ മലയോരം ആശങ്കയിലാണ്. 3 മാസത്തോളമായി ജില്ലയിൽ ഇടതടവില്ലാതെ മഴ പെയ്തു നിൽക്കുകയാണ്. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം പിറന്നിട്ടും മഴയ്ക്ക് ശമനമില്ലാതെ തുടരുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. കർഷകരെയും തൊഴിലാളികളെയും വ്യാപാരികളെയുമാണ് കനത്ത മഴയും കാറ്റും ഏറെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി ചിലപ്പോൾ മഴയ്ക്ക് ശക്തി കുറയുമെങ്കിലും വീണ്ടും പൂർവാധികം ശക്തിയോടെയാണ് മഴയുടെ തിരിച്ചുവരവ്. 2 ദിവസമായി ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും കനത്ത മഴയാണ് പെയ്തത്. മുൻകാലങ്ങളിലെ പോലെ ഇത്തവണ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായില്ല എന്നതാണ് വലിയ ആശ്വാസമായത്. എങ്കിലും വീടുകളുടെ നാശനഷ്ടം ഉൾപ്പെടെയുള്ള കെടുതികൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്തു. മഴ തുടരുന്നത് കാർഷിക വ്യാപാര മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഏലം മേഖലയെ ഇപ്പോൾ തന്നെ മഴ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് ഏലച്ചെടികൾ അഴുകൽ രോഗം മൂലം നശിച്ചു. ഇത് വിളവിനെ കാര്യമായ തോതിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പല കർഷകർക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. അഴുകൽ രോഗം പിടിപെട്ട ഏലശരങ്ങൾ മുറിച്ചുമാറ്റി കൃഷി സംരക്ഷിക്കണമെങ്കിൽ വലിയ തോതിൽ പണം മുടക്കേണ്ടി വരും. അതിനാൽ വേനലിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകിയ അതേ ഗണത്തിൽ തന്നെ മഴ മൂലമുണ്ടായ കൃഷിനാശത്തിനും നഷ്ടം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിനു പുറമെ വാഴ, മരച്ചീനി, പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികൾ വെള്ളം കെട്ടി നിന്നും നശിച്ചിട്ടുണ്ട്. കാറ്റിൽ മറിഞ്ഞു വീണും വാഴകൾ നഷ്ടപ്പെട്ടു. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത പല വിളകളാണ് ഇത്തരത്തിൽ നശിച്ചത്. ഇന്നലെ 46.52 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തത്. ദേവികുളത്താണ് ശക്തമായ മഴ ലഭിച്ചത്, 62.4 മില്ലിമീറ്റർ. ഇടുക്കിയിൽ 46.4 മില്ലിമീറ്ററും പീരുമേട് 59 മില്ലിമീറ്ററും തൊടുപുഴ 37.6 മില്ലിമീറ്ററും ഉടുമ്പൻചോലയിൽ 25.4 മില്ലിമീറ്ററും എന്നിങ്ങനെയാണ് മഴ ലഭിച്ചത്. കനത്ത മഴയോടൊപ്പം ശക്തമായ കാറ്റും കോടമഞ്ഞും മലയോര മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മഴ നീണ്ടു നിൽക്കുന്നത് ഇത്തവണത്തെ ഓണവിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. മഴ മാറാതെ നിൽക്കുന്നതിനാൽ തൊഴിലാളികൾക്ക് പല ദിവസങ്ങളിലും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാക്കി. ഇതെല്ലാം വ്യാപാര മേഖലയ്ക്ക് പ്രതികൂലമാകുമെന്നാണ് വിലയിരുത്തൽ. വർഷത്തെ ഏറ്റവും വലിയ വ്യാപാരം നടക്കുന്ന സമയമാണ് ഓണക്കാലം. എന്നാൽ മഴ ഇത്തവണ ഓണക്കച്ചവടത്തിന്റെ പൊലിമ കുറയ്ക്കുമോ എന്നാണ് വ്യാപാരികൾ ഉൾപ്പെടെയവരും ആശങ്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.